അല്ല ഞാനിപ്പോൾ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മാഡത്തിന് അത് ഭയങ്കരമായിട്ട് മാഡത്തിന് അത് കൊണ്ടുവന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ എല്ലാവരും വളരെ പരിശുദ്ധമായിട്ട് പരിശുദ്ധ ജലം എന്ന് വിശ്വസിക്കുന്ന ഗംഗയിൽ മുങ്ങി കുളിച്ചാൽ ചോറി വരും എന്ന് പറയുന്നത് കേട്ടിരിക്കുമ്പോൾ ഞങ്ങളും അത് ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായത്തിലാണെന്നും കൂടെ മാഡം ഒന്ന് വ്യക്തമാക്കണം. കാരണം ഞാനൊന്ന് ഇങ്ങനെ അദ്ദേഹത്തിനെ ഒരു പൗരശബ്ദത്തിന്റെ ഒരു പ്രതീകമായി ഒക്കെ കാണിച്ചപ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റിയില്ല എന്ന് വളരെ മാന്യമായ ഭാഷയിൽ പറഞ്ഞപ്പോൾ അത് ഭയങ്കരമായി രോക്ഷം കൊണ്ടു. പക്ഷേ നേരെ മറിച്ച് നമ്മുടെ ഗംഗയിൽ മുങ്ങി കുളിച്ചാൽ ചോറി വരും എന്ന ഒരാൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അത് പറയുന്നതിന് ഒരു മാന്യതയുണ്ട്. അത്രയും മാന്യതയില്ലാതെ സംസാരിക്കുന്നത് ഞങ്ങള് വളരെ ന്യായത്തോടെ കേട്ടുകൊണ്ടിരിക്കണം. പണ്ട് മുതലുള്ള ചരിത്രം പഠിച്ചിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വിശ്വാസിയെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് പഠിച്ച ഒരു ആക്ടിവിസ്റ്റിനെ പോലും നല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു സാധാരണ വിശ്വാസിക്ക് തോന്നുന്ന ഒരു രോക്ഷം മാത്രമേ എനിക്കും തോന്നിയിട്ടുള്ളൂ. അത്രത്തോളം മോശമായ ഭാഷ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്. കാരണം നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾക്ക് ചില സ്ഥാനമുണ്ട്. അതിൽ ഗംഗ എന്ന് പറയുന്നതിനുള്ള സ്ഥാനം, മഹാകുംഭമേളയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു വിശ്വാസത്തെ കുറിച്ച് ചൊറി എന്ന ഭാഷ ഒരേ സെന്റൻസിൽ ഉപയോഗിക്കുന്നത് ഇന്ന് ഈ പാനലിൽ വെച്ച് മാഡത്തിന് അത് മാത്രം ഒന്ന് അംഗീകരിച്ചാൽ മാഡം പറയുന്ന എല്ലാം ഞാൻ അംഗീകരിക്കാം. മാഡം ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, ശരിയാണ് വിനീത ചൊറി എന്ന വാക്ക് ഉപയോഗിച്ചത് തെറ്റായി പോയി എന്ന് മാത്രം ഇന്നത്തെ ഈ ചാനൽ ഡിബേറ്റിൽ ഒന്ന് സമ്മതിച്ചാൽ ബാക്കി പലതും കേൾക്കാൻ ഞാൻ തയ്യാറാവും.